മൈസാറേ, എന്താ കുട്ടികളെ പോലെ കീറപ്പേപ്പറൊക്കെ വെച്ച് കളിക്കുന്നേ? ഇപ്പൊ പഴയ കളിക്കുട്ടിയല്ല. മൈസാറിന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. മാഷേ ഇനിയൊരു ഫാമിലി മാൻ ആവുക. എന്നിട്ടാണോ ഈ കുട്ടിക്കളിയൊക്കെ? ദക്ഷ പ്ലീസ്, എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ? എന്ന് വെച്ചാ പ്രാക്ടിക്കലി നമ്മളിപ്പോ ഭാര്യയും ഭർത്താവും ആണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ റൂമിൽ വന്ന് എന്റെ പ്രിയപ്പെട്ടവനെ കാണാം. അതിന് യാതൊരു തടസ്സവും ആർക്കും പറയാൻ പറ്റില്ല. എന്നുവെച്ച് തനിക്കും എനിക്കൊരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി ഒരല്പം റെസ്പെക്ട് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. ഞാനേ നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാ. എനിക്ക് എന്തും ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതിന് കറക്റ്റായുള്ള ആൻസർ പറയാനുള്ള ബാധ്യത മഹിക്കുണ്ട്. അങ്ങനെ യാതൊരു നിബന്ധനകളും ഇല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വകാര്യതകളൊക്കെ ഉണ്ട്. ദക്ഷയ്ക്കും ദക്ഷയുടേതായ സ്വാതന്ത്ര്യവും സ്വകാര്യതകളൊക്കെ ഉണ്ട്. എനിക്കും അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ആ അതിരുകൾക്കുള്ളിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. മണ്ടത്തരം പറയല്ലേ. അതെന്താന്ന് നോക്കട്ടെ. ദക്ഷ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിവാഹം കഴിഞ്ഞെങ്കിൽ പോലും നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ടാവണം. നിന്റെ പ്രൈവസിയിൽ ഞാൻ ഒരിക്കലും കടന്നു കയറില്ല. എന്റെ പ്രൈവസിയിൽ നീയും കടന്നു കയറരുത്. അതിന് ഞാൻ അനുവദിക്കില്ല. മഹേസാറേ, ഇതേ കോളേജ് അല്ല, ഇത് നമ്മുടെ വീടാ. ഇവിടെ മഹേസാറ് ലെക്ചററും ഞാൻ സ്റ്റുഡന്റും അല്ല. സോ ഇവിടെ ഒരു അധികാരസ്വരം വേണോ? കോളേജ് ആയാലും വീടായാലും നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായ സ്വകാര്യതകളൊക്കെ ഉണ്ട്. ദക്ഷയ്ക്ക് അങ്ങനെ ഇല്ലായിരിക്കാം, പക്ഷേ എനിക്ക് എന്റേതായ സ്വകാര്യതകളുണ്ട്. അതിൽ കടന്നു കയറുന്നത് അമ്മയാണെങ്കിൽ പോലും എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കാൻ എന്താ ഇവിടെ സംഭവിച്ചേ? ഈ പേപ്പർ എന്താണെന്ന് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിന്റെ പേരില് എന്തിനാ മഹി ഇത്രയ്ക്ക് പൊട്ടിത്തെറിക്കുന്നേ? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒരാൾ മനസ്സ് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് തിരിച്ചറിയാനാകും. ആ സമയത്ത് അങ്ങനെയുള്ള ആളുകളെ വെറുതെ വിടുന്ന നല്ലത്. എനിക്കിപ്പോ വേണ്ടത് ഏകാഗ്രതയാണ്. പ്ലീസ് എന്നെ കുറച്ചു നേരം തനിയെ വിടാമോ? എന്നോട് ഇറങ്ങി പോകാനാണോ പറയുന്നേ? എങ്ങനെ വേണമെങ്കിലും അർത്ഥമാക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പരമാവധി വിശദീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ദക്ഷയ്ക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് തന്റെ ബുദ്ധിയുടെ തകരാറാ, വളർത്തുദോഷ. സോ പ്ലീസ് ലീവ് മീ അലോൺ.